താഴെ പോകാതെ തിന്നണം. അതല്ലാതെ ഒരു നിവൃത്തിയില്ല. മിക്കവാറും ദിവസവും എന്താ ഈ ദോശയും ചമ്മന്തിയും അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കഴിക്കാനൊന്നുമില്ലേ? കഴിക്കാൻ പുട്ടുണ്ടാക്കാൻ പോകുന്നേ ഉള്ളൂ. നീ വീഡിയോ എടുക്കുക. നമുക്കേ ഒരു കാര്യം ചെയ്യാം, പുട്ടുണ്ടാക്കുന്ന വീഡിയോ എടുക്കാം. സാധാരണ എല്ലാവരും പുട്ട് സാധാരണ വെള്ളം ഒഴിച്ച് നനച്ചെടുക്കുക ചെയ്യുന്നേ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. എന്നാലും ഞാനൊന്ന് പറയാം. പിന്നെ നമ്മൾ പുട്ട് അരച്ച് വെച്ച പൊടിയാണിത്. ഇനി കുറച്ച് ചോറ് കുറച്ച് ചോറ് ഒരു മിക്സിക്കകത്തിട്ടിട്ട് കുറച്ച് വെള്ളവും ഒരു ഉപ്പ് ആവശ്യത്തിനുള്ള പുട്ടിന് ആവശ്യമുള്ള ഉപ്പ് കല്ലാണ്, അതുകൊണ്ട് കല്ല് വെള്ളത്തിട്ടതാണ്. അതിനാവശ്യമായ ഉപ്പും എടുത്തിട്ട് എന്നിട്ട് അതിങ്ങനെ നമ്മുടെ മിക്സിക്കകത്ത് നിന്ന് അടിച്ചെടുക്കണേ. ഈ ചോറും ഉപ്പും കൂടെ നമ്മുടെ ചോറ് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ടേ. ഇത് ചോറും ഉപ്പും കൂടെ ഞാൻ ഇവിടെ ഉണ്ടാക്കി അരി വറുത്ത് പൊടിച്ചതാണ് കേട്ടോ. അതിനകത്തോട്ട് ഈ ചോറങ്ങോട്ട് അരച്ചത് ഒഴിക്കണം. എല്ലാവർക്കൊക്കെ അറിയാമായിരിക്കും. എന്നാലും ഇനി വേറെ പ്രത്യേകിച്ച് വെള്ളം ആവശ്യം ഇപ്പം ചേർക്കണ്ട. ഇതൊന്നിങ്ങനെ കുഴച്ചെടുക്കണം. പിന്നെ കുഴച്ചെടുക്കണം. ഇച്ചിരി വെള്ളം ഇച്ചിരി കൂടുതലായിട്ട് ഇരുന്നോട്ടെ. കാരണം അരിപ്പൊടി അല്ലേ, അത് ഇരിക്കുമ്പോൾ ഇച്ചിരി 10 മിനിറ്റ് വെക്കണം കേട്ടോ. അതിപ്പോൾ ഇങ്ങനെ നനച്ചിട്ട് ഒരു 10 മിനിറ്റ് ഇത് വെച്ച് വെക്കണം. വെക്കുമ്പോൾ നല്ലോണം കുതിർന്ന് നല്ല സോഫ്റ്റ് ആവും. ഇങ്ങനെ വയ്ക്കുക. ഇങ്ങനെ ഒരു 10 മിനിറ്റ് നേരം 10 മിനിറ്റ് ഇരിക്കട്ടെ. അപ്പോൾ അത് നന്നായിട്ട് കുതിർന്നിട്ട് പിന്നെ അടുത്ത പരിപാടിയുണ്ട്. അത് ഞാൻ കാണിക്കാം. എല്ലാവർക്കും അറിയാമായിരിക്കും. എന്നാലും ഞാനൊന്ന് കാണിക്കാം. പയറെന്ന് പറഞ്ഞ ചുമ്മാ പയറില്ല കേട്ടോ. ഞാനൊന്ന് കിളിപ്പിച്ചൊക്കെ എടുത്ത് വെച്ചേക്കുക. പക്ഷെ നന്നായിട്ട് കിളിച്ചില്ല. ഇനി നന്നായിട്ട് കിളിച്ചു. ഞാൻ വിചാരിച്ചു ഇന്നലെ ഞാൻ ഇട്ടതാണ്, വെള്ളത്തിലിട്ടിട്ട് കുതിർത്ത് വെച്ചിരുന്നതാണ്. ഉണ്ട് അവിടെ ഇവിടെയൊക്കെ കിളിച്ചിട്ടുണ്ട്. ഇത്തിരി കൂടെ കിളിച്ചാൽ നല്ലതായിരുന്നു. നല്ല ടേസ്റ്റാണ് ഇത് കിളിപ്പിച്ചിട്ട് പുഴുങ്ങിയ നല്ല ടേസ്റ്റാണ്. പുഴുങ്ങിയാൽ തോരൻ വെച്ചാലൊക്കെ സാധാ നമ്മൾ തോരൻ വയ്ക്കുന്നതിനേക്കാളും പയർ തോരൻ വയ്ക്കുന്നതിനേക്കാളും ടേസ്റ്റാണ് ഇതുപോലെ ഒന്ന് കുതിർത്തിട്ട് തോരൻ വെച്ചാൽ. അപ്പം നമുക്ക് തോരൻ വയ്ക്കാം. അത് തോരൻ നമുക്കിത് പുഴുങ്ങാം. ഇതാ ഉപ്പിട്ടേക്കാം. നമ്മുടെ പുട്ടിനുള്ള പൊടി കുതിരുന്ന സമയത്തെ പയർ പൊടിയെടുക്കുക. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. നമ്മൾ സാധാരണ ഈ ഒരുപാട് സ്ഥലത്ത് കുക്കർ പൊട്ടിട്ടതിന് കുക്കർ പൊട്ടിട്ടടിക്കുന്നു പറയത്തില്ലേ. നമ്മളെപ്പോൾ എടുത്താലും കുക്കറിൻ്റെ ഈ ഒരു ദ്വാരമില്ലേ, അത് കറക്റ്റായിട്ട് ഊതി അതിനകത്ത് വല്ല തടസ്സം വല്ലതും ഉണ്ടോ നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഊതി കൊടുക്കണം. ഊതി കൊടുക്കുമ്പോൾ വല്ല പൊടി ഉണ്ടെങ്കിൽ നോക്കോളും, തടസ്സമൊന്നും വരത്തില്ല. കുക്കർ എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒന്ന് ആവി വരുമ്പോഴത്തേക്കിന് ജസ്റ്റ് ഇതിൻ്റെ വെയിറ്റ് ഇട്ട് കൊടുക്കുക. നമ്മുടെ പുട്ടുപൊടി കുതിർന്നിട്ടുണ്ട്. ഇത്തിരി സമയമൊന്നും ആയില്ല, എടുത്തോ 10 മിനിറ്റ് എങ്ങാനും ആയിട്ടുണ്ട്. ഇത്തിരി കൂടെ ഇരിക്കണം. ഒരു 10-20 മിനിറ്റ് ഇരിക്കുമ്പോഴത്തേക്ക് നല്ലോണം കുതിരില്ലേ. ഇവിടെ പയർ വെന്തിട്ടുണ്ടേ. എന്ത് കാണാം,
അപ്പം ഇങ്ങനെ കട്ട കിടക്കുന്ന കണ്ടിട്ട് പേടിച്ചൊന്നും വേണ്ട. ഇത് ഭയങ്കര കട്ടയാണ് കിടക്കുന്നത്, അങ്ങനെയാണ് കുഴപ്പമില്ല. നമുക്കത് ശരിയാക്കി എടുക്കുക. മിക്സി എടുക്കുക, അകത്തോട്ട് വാരി ഇടുക, കുറേശ്ശെ വാരി ഇടുക. ഒന്ന് കറക്കുക, അത്രയേ ഉള്ളൂ. ഉണ്ടോ? ഒന്ന് കറക്കുക, ഇങ്ങോട്ടിടുക. അയ്യോ നോ, ഇതുണ്ട കാണിക്കാം. ഒന്നുകൂടെ എടുക്കുക. ഉണ്ടല്ലോ, ഇതാണ് പുട്ടുപൊടി, അസൽ പുട്ടുപൊടി. കണ്ട നല്ല കറക്റ്റ് പരുവത്തിന് പുട്ടുപൊടിയായിട്ടുണ്ട്. ഇതും കൂടെ ഒന്ന് അങ്ങെടുക്കട്ടെ. ഒരുപാട് കിടന്നിട്ട് കഴിക്കൊന്നും വേണ്ട, നമ്മൾ കൈ കൊണ്ട്. നമ്മുടെ പുട്ടുപൊടി കണ്ടല്ലോ, അടിപൊളിയായിട്ട് പുട്ടുപൊടി ഇട്ടിട്ടുണ്ടേ. ഇനി നമുക്ക് ഇതുകൊണ്ട് പുട്ടുണ്ടാക്കാം. ഞങ്ങളുടെ പുട്ടിന് ആവി വന്നിട്ടുണ്ടേ, വെന്ത് കാണുമ്പോൾ നോക്കാം. പുട്ട് കാണുന്നതിന് ഒരു ഇത് പൊടിയാതെ പുട്ട് കിട്ടണം അല്ലേ. ഓക്കെ, അടിപൊളി. അപ്പം നമ്മുടെ പുട്ട് റെഡി. ഇനി നമ്മുടെ പയർ വെന്തോന്ന് നോക്കട്ടെ. ഇത്രയും എടുത്തില്ലായിരുന്നു. വെന്തോന്ന് നോക്കട്ടെ. അടിപൊളി. പയർ പുഴി നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. വെള്ളമൊക്കെ കറക്റ്റ് പാകം. ഇത് മുളപ്പിച്ച പയറാണേ, നല്ല ടേസ്റ്റാണ്. നല്ല നെയ്യ് പോലിരിക്കും. ഇന്ന് നമ്മള് ഹെൽത്തി ഫുഡാണ്. ഇന്ന് പുട്ട്, പുട്ട് പിഴിഞ്ഞത്, മുളപ്പിച്ച പയറ് പിഴിഞ്ഞത്. അതിന് പ്രത്യേക ടേസ്റ്റ് അല്ലേ. പഴം, പപ്പടം, ഇത് കൂട്ടിയായിരുന്നു നമ്മുടെ രാവിലത്തെ കാപ്പി, കടിഞ്ചായി. ഇന്നൊരു പ്രത്യേകത, എന്നും മിക്കവാറും ദിവസവും ഈ ദോശയും ചമ്മന്തിയും അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നോക്കാൻ.
കഴിച്ചു തുടങ്ങിക്കോ. ഓക്കെ. അതിന്റെ സുലൈമാനിയും പ്രത്യേകത ലെമൺ സുലൈമാനിയാണ്. അതൊന്ന് നാരങ്ങ പിടിച്ചു ആയിക്കോട്ടെ. അപ്പൊ നമ്മൾ കഴിക്കട്ടെ. ഓക്കെ. അപ്പൊ ഇന്നത് ഇത് യഥാർത്ഥത്തിൽ ഇതാണ് ശരിയായ കോമ്പിനേഷൻ. അതായത് പുട്ട്, പഴം, പിന്നെ അരി, ധാന്യം, പയറ്, പപ്പടം, ഉഴുന്ന്. അപ്പം ശരിയായ കോമ്പിനേഷനാണത്. കറണ്ട് പോയി. അത് പിന്നെ എപ്പോഴും ഉള്ള കാര്യമാണ് കറണ്ട് പോക്ക്. ഒരു ദിവസം ഒരു 16 പ്രാവശ്യം കറണ്ട്. പഴം വേണ്ടേ? പഴം വേണ്ട. പഴം വേണ്ട. ഒരു ദിവസം ഒരു 16 പ്രാവശ്യം കറണ്ട് പോകും. അത് എല്ലാ ദിവസവും ഉള്ളതാണ്. അത് മാമൂല. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേകത തോന്നിയിട്ടില്ല. ഓക്കെ. അപ്പം കറണ്ട് വന്നു. പിന്നെ ഇന്ന് പ്രത്യേകതയുള്ള സാധാരണ പുട്ടും കടലയും അല്ലെങ്കിൽ പുട്ടും പഴവും അല്ലെങ്കിൽ പുട്ടും പയറും അങ്ങനെയൊക്കെയുള്ള. ഇന്ന് ഞാൻ വിചാരിച്ചത് എല്ലാം പുട്ടും നല്ലതാണ്. പരീക്ഷണങ്ങൾ നല്ലതാണ്. നമുക്ക് കഴിക്കാൻ. ലിയോ ലേക്കാവ അവന് ഇഷ്ടപ്പെട്ടില്ല. നല്ല സാധനമാണ്. നല്ല പയറ്. മീന്റെ മണമൊന്നും ഇല്ലാത്ത കൊണ്ടാണ് ലേക്കാവുന്ന മാല കിടക്കുന്നത്. പാടിഞ്ഞോട്ട് അവർക്ക് മീനെ കാണാണ്ടെങ്കിൽ പറ്റത്തുള്ളൂ. അങ്ങനല്ല, എന്റെ കൊച്ചിനോടൊന്ന് പറഞ്ഞു ചോദിക്കേ. കുട്ടി വന്നാണ്, മക്കള് വന്നേ. ചിരി തിന്നാണ്. പുട്ടാണ്. ഓ ചിരി തന്നെ മിടിക്ക. ഓ തുപ്പിക്കളയുന്നുണ്ട്. ഇച്ചിരി തന്നെ. ഇച്ചിരി തിന്നാണ്. ഒരിച്ചിരി തന്നെ. ഒരിച്ചിരി തിന്നാണ്. ഇച്ചിരി തിന്നടി. ഇച്ചിരി തിന്നടി. എന്റെ മോൻ തിന്നുന്നുണ്ടോ? എന്റെ മോൻ നോക്ക് കണ്ട. എന്റെ കൊച്ചു തിന്നുന്നുണ്ടോ? മിടുക്കനാ. എന്റെ പൊന്നു തിന്നാണ്. ഇച്ചിരി കൂട്ടി തിന്നടാ. ഇച്ചിരി തിന്നടാ മക്കളെ. മിടുക്കൻ. തിന്നണ്ട. കണ്ട ഇച്ചിരി ഒന്നുകൂടെ തന്നെ. ഇച്ചിരി കൂടെ. യജമാനി വന്നേ. എന്റെ പൊന്നിക്ക് വന്നേ. ഇച്ചിരി കൂട്ടി തിന്നാ. ഇച്ചിരി പഴം കൂടെ കേൾക്കുന്നേ. മധുരം വേണം. നോക്കിക്കോണേ എന്റെ കൊച്ചു തിന്നു നോക്കണം. ചെറിയ ഉരുള കൊടുത്താലേ അവൾ തിന്നത്തുള്ളൂ. നിന്ന് നോക്കിയാക്കള്. എന്റെ പോലെ ഇച്ചിരി തിന്നു. എന്റെ മക്കൾ ഇച്ചിരി തിന്നു. ലിയോ കൂടെ എന്റെ പോലെ അത് തിന്നണ്ട. എടാ ലിയോ തിന്നു. മീനില്ലെങ്കിൽ അവള് തിന്നത്തില്ല. കൊഞ്ചിച്ചു കൊടുത്തിട്ടും തിന്നുന്നില്ല. കൊഞ്ചിച്ചു കൊടുത്താലും മീനില്ലെങ്കിൽ അവള് തിന്നത്തില്ല. ലിയോ കൂടെ എന്റെ പൊന്നിച്ചിരി തിന്നടാ. കണ്ട നോക്ക. എന്റെ കൊച്ചു തിന്നുന്ന കണ്ട. പുട്ടി തിന്നുന്ന കണ്ട. ലിയോ കൂട്ടം പുട്ടിരുന്ന കണ്ട. ഇഷ്ടപ്പെട്ടില്ല. അയ്യോ എന്തൊരു പെണ്ണായത്. തിന്നുന്ന ഇത് തിന്ന കടയിൽ കൊണ്ടുപോകും. തിന്നാലേ കടയിൽ കൊണ്ടുപോകത്തുള്ളൂ. നീ വരില്ല, കടയിൽ പോകാൻ പറ്റില്ല. കാറിനകത്ത് കയറിപ്പാ. തിന്നിട്ട് പോ. തിന്നാലേ കൊണ്ടുപോകത്തുള്ളൂ. അതേപോലെ രക്ഷ. കടയിൽ പോകാം. നമുക്ക് കടയിൽ പോട്ടെ. ഇത് പുട്ട് തിന്നിട്ടേ കടയിൽ കൊണ്ടുപോകത്തുള്ളൂ കൊച്ചിനെ. കടയിൽ കൊണ്ടുപോകും. പുട്ട് തിന്ന വേഗം കൊതിച്ച് വേഗം തിന്നു വയ്ക്കുന്നു. കണ്ട ഇപ്പൊ വല്ല കുഴപ്പമുണ്ടോ നീ തിന്നുന്നതിന്? അതെല്ലാം തിന്നുന്നു. എന്റെ മോക്ക് പുട്ട് കടയിൽ പോണം. തിന്നെ താഴെ പോകാതെ തിന്നണം. എനിക്ക് വയ്യ. അതല്ലാതെ ഒരു നിവൃത്തിയില്ല. മനുഷ്യ കൊച്ചുങ്ങളൊക്കെ തോറ്റു. അവരെങ്കിലല്ലേ കൊഞ്ചിച്ചിരിക്കുന്നതല്ല, കൊഞ്ചിച്ചോണ്ടിരിക്കുന്നതിലോട് ഈ കടയിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞതുകൊണ്ട് അത് തന്നെ. പിള്ളേരെങ്ങനെയല്ലേ ഇഷ്ടമുള്ള സാധനമൊക്കെ നമ്മള് അവർക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്ത് കൊടുക്കാന്ന് പറയുമ്പോ അവര് കടയിൽ പോണം. കാറിനകത്ത് കയറി പോണം കേട്ടാ. ഇത് തിന്നിട്ടേ പോകൂ.
പുട്ട് തിന്നാ പുട്ട് തിന്നാ കടയിൽ കൊണ്ടുപോകും കൊച്ചിനെ. ആ ജിയക്കുട്ടനെ കൊടുക്കണം. ആ ഉണ്ടോ? പുട്ട് തിന്നാ കടയിൽ കൊണ്ടുപോകും. അതെ, കടയിൽ കൊണ്ടുപോകാം. കൈയെടുത്ത് തന്ന് കൊച്ചിനെ കടയിൽ കൊണ്ടുപോകും കേട്ടോ. എന്റെ മോക്ക് തരും, എന്റെ മോക്ക് തരും. പിടിക്കാം തിന്നു. കടയിൽ പോണം. കടയിൽ പോകാനല്ലേ? അയ്യോ എന്റെ പൊന്നെ. കടയിൽ പോണേ നമുക്ക്. കാരണത്തേര് പോണം, കാരണത്തേര് പോണം. പെട്ടെന്ന് തന്നെ എല്ലാം തിന്നണേ, പെട്ടെന്ന് തന്നോ. എന്റെ പൊന്നെ. അയ്യോ മിടുക്കി. ജിയക്കുട്ടാ കുഞ്ഞു പോകുന്നുണ്ടാ? മോൻ പോകുന്നുണ്ടോ? എണീക്ക്. ഇങ്ങനെ കിടക്കുന്നുണ്ട്. എണീക്ക്. അവിടെ ലക്ഷ്മണിക്ക് മതി മതി. ഇനി നമുക്ക് അച്ഛൻ കൈ കഴുകിട്ട് വരട്ടെ. കടയിൽ കൊണ്ടുപോണേ. കടയിൽ കൊണ്ടുപോവാം, കടയിൽ കൊണ്ടുപോവാം. രണ്ടുപേരെയും കടയിൽ കൊണ്ടുപോകും.